ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതും അതിൻ്റെ സൈഡായിട്ട് എൻ്റെ വീട്ടുജോലികൾ തീർക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം തുടങ്ങുമ്പോൾ നമുക്ക് പണികൾ എളുപ്പം തോന്നും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണി ഉണ്ടാക്കലൊക്കെ ഭയങ്കര ടഫ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ കുറച്ച് ഇതൊക്കെ വേവുന്ന സമയം, തിളയ്ക്കുന്ന സമയം, അങ്ങനെയൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനും അതുപോലെ അവിടെ നമ്മൾ കഷ്ണം അരിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അതൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി വെക്കണത് കഴിയണതോട് കൂടിയിട്ട് നമ്മുടെ പണികളും വീട്ടിലത്തെ പണികളും കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു പാത്രത്തിൽ റൈസിനായിട്ട് വെള്ളം പാകത്തിന് വെച്ചിട്ട് അതിലേക്ക് എല്ലാ സ്പൈസസും, അതായത് കുറച്ച് കുരുമുളക്, പെരുംജീരകം, പിന്നെ 2-3 ഏലക്കായ, പിന്നെ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ ബേ ലീഫ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിയിട്ട് ഓൾ സ്പൈസസ് ചേർത്തി കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പടി മുകളിൽ ഉപ്പ് നിൽക്കണ തരത്തിൽ ഉപ്പ് ചേർക്കുക. പിന്നെ കളറിനായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് വെള്ളം അങ്ങനെ തിള വരുമ്പോൾ നമ്മൾ കഴുകി കുതിർത്ത് വെള്ളം തോർക്കാനായിട്ട് വെച്ചിട്ടുള്ള ബർക്കത്ത് സിൽവർ അരി ചേർത്തിട്ട് 1/4 വേവാകുമ്പോൾ അത് ഊറ്റിയിട്ടോ അല്ലെങ്കിൽ വാർത്തിട്ടോ മാറ്റി വയ്ക്കുക. ഒരു കുക്കറിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ, നമ്മൾ ആ പച്ചമുളക് കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചുവന്ന മുളക് വെറുതെ കുറച്ച് ചേർത്തിയാൽ മതി. പിന്നെ സവാള, തക്കാളി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, തൈര്, ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കിയിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത ശേഷം ഒരു വിസിൽ വരുത്തിയിട്ട് കുക്കർ വിസിൽ വിടാനായിട്ട് വെക്കുക. കുക്കർ വിസിൽ വിട്ട ശേഷം ദമ്മിടാനുള്ള പാത്രത്തിൽ ഇത് ചേർത്തിട്ട് മുകളിൽ റൈസ്, നമ്മൾ വേവിച്ച് വാർത്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയും കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലിച്ചപ്പൊക്കെ ചേർത്തിട്ട് 20 മിനിറ്റ് സ്ലോ തീയിൽ വെക്കുക. ഇപ്പോൾ ഈ ഡെക്കറേഷൻ ടൈമിൽ നമുക്ക് എന്ത് വേണമെച്ചാലും ചേർക്കാം കേട്ടോ. സവാള വറുത്ത് കോരിയിട്ട് അത് വേണമെങ്കിൽ ചേർക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അരി നമ്മൾ വേവിക്കാൻ വെക്കില്ലേ, ഇപ്പോൾ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് അല്ലാതെ നമുക്ക് പൈനാപ്പിളിൻ്റെ ചെറിയ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഇടാം, പച്ചമുളക് മുഴുവനോടക്കനെ പച്ചമുളകുകൾ ഇടാം, പിന്നെ ചെറുനാരങ്ങയുടെ ചെറിയ കഷ്ണങ്ങൾ ഇടാം, ക്യാരറ്റ്, ഇതൊക്കെ ഓപ്ഷണലാണ്. അതൊക്കെ എങ്ങനെ വെച്ചാലും ഈ ഏകദേശം ഈ രൂപത്തിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇങ്ങനെയൊക്കെ വേണമെങ്കിലും ചേർക്കാൻ പറ്റും. പിന്നെ ഇതിനിടയ്ക്ക് സവാള, പച്ചമുളക്, ക്യാരറ്റ്, തൈര് ഇതൊക്കെ ചേർത്തിട്ടൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്തതും സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കും മക്കൾ. ഈ പറഞ്ഞ പോലെ ബിരിയാണി, മന്തി, പിസ്സ അങ്ങനത്തെയൊക്കെ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അച്ചാർ അങ്ങനത്തെ, അതായത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്യലുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ അച്ചാർ നമ്മളുടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്. പിന്നെ വളരെ കുറച്ച് ഓയിൽ, നെയ്യ് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ വേവിച്ചത് അതിലേക്ക് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം കൂടുതലുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ അത് 20 മിനിറ്റ് നമ്മൾ ദമ്മിട്ട് വെക്കുമ്പോൾ ആ വെള്ളം കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ 1/4 വേവിലല്ലേ റൈസ് വേവിച്ചെടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൽ അങ്ങനെ ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം ഓക്കെയാണ്. അടി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിടാൻ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അടി പിടിക്കൊന്നുമില്ല. 20 മിനിറ്റ് വെച്ച് അത് ഓഫാക്കിയിട്ട് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് വേറെ ആക്കിയിട്ട് ചിക്കൻ വേറെ ആക്കിയിട്ട് വെക്കണമെങ്കിൽ വെക്കാം, അതല്ല ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയ പോലെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഗുണം ഏതാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ക്ഷമ എന്നാണ്. വിവേകം, സ്ഥൈര്യം, സ്ഥിരോത്സാഹം, ശാന്തി തുടങ്ങിയ ഗുണങ്ങളെല്ലാതും ക്ഷമയുള്ളവന് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ തളരാതെ മുന്നോട്ട് പോവാനും വിജയം കൈവരിക്കാനും ഒരുവനെ സഹായിക്കുന്ന ഉത്തമ ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ പ്രായോഗികമല്ല എന്ന് വിചാരിക്കുന്നവർ പോലും ദിവസവും എത്രയോ സന്ദർഭങ്ങളിൽ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. പക്ഷെ അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല എന്ന് മാത്രം. ഭർത്താവും ഭാര്യയും
ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുകയും അവർ തന്നെ ക്ഷമിക്കുകയും ചെയ്യണത് നിത്യജീവിതത്തിൽ നടക്കുന്നതാണ് അല്ലേ. ഒരാൾക്ക് മറ്റേ ആളുടെ പ്രശ്നങ്ങൾ പറയാനും സംസാരിക്കാനും തല്ലൂടാനും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്തിരി നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മൾ ആ പറഞ്ഞതോ ഒന്നും നമ്മൾ ഓർത്തിരിക്കണമൊന്നുമില്ല അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ, ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോഴേക്കപ്പൊക്കെ കുറ്റമൊക്കെ പെടുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ അതിങ്ങനെ ഓർത്തിരിക്കൊന്നുമില്ല. അത് തന്നെ ഒരു ക്ഷമയുടെ ഭാഗമല്ലേ. ഇത് നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ലേ. ഇനിയിപ്പോൾ മേലുദ്യോഗസ്ഥർ നമ്മളതിനെ ശാസിച്ചാലും നമ്മൾ എന്താ ചെയ്യുക, മിണ്ടാതെ അത് കേട്ടിട്ട് പോരും നമ്മൾ. അപ്പോൾ അവിടെയും നമ്മുടെ ഭാഗത്തുനിന്ന് ക്ഷമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അല്ലേ. നമ്മൾ ക്ഷമിക്കാറുണ്ട്. പ്രതികരിച്ചാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഉള്ള ബോധമാണ് കേട്ടോ നമ്മുടെ ക്ഷമേനെ ഉണർത്തണത്. അങ്ങനെ നോക്കിയാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പലതും ഇങ്ങനെ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യണുണ്ടെന്ന് കാണാം. ഇത് കാണിക്കുന്നത് മനസ്സ് വെച്ചാൽ ആർക്കും ക്ഷമ എന്ന ഗുണം വളർത്താൻ കഴിയും എന്നാണ് അല്ലേ. നമ്മൾ ഓൺ ദ സ്പോട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ എടുക്കുക പിടിക്കുക വെച്ചിട്ട് മറുപടികളൊന്നും പറയാതെ ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മൾ ക്ഷമയോടുകൂടി അവർ പറയണതൊക്കെ ഒന്ന് കേൾക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം അതിന് റെസ്പോണ്ട് ചെയ്യുക. അതും ക്ഷമയുടെ ഒരു ഭാഗമാണ്. ഒരു യുവാവ് ഒരു കമ്പനിയുടെ ഓഫീസിൽ ഒരു ബാഗുമായിട്ട് കയറി വന്നു. അയാളിനെ കണ്ടതും റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ഇപ്പം ഇവിടെ ജോലിക്കാരനെ ആരെടുക്കണില്ല. യുവാവ് പോവാതെ നിൽക്കണത് കണ്ടിട്ട് റിസപ്ഷനിസ്റ്റ് വീണ്ടും പറഞ്ഞു, കുറച്ച് നാളേക്ക് ഇവിടെ ജോലിക്ക് ആരേനെ ആവശ്യമില്ല, നിങ്ങൾക്ക് പോവാം. വീണ്ടും നോക്കുമ്പോൾ യുവാവ് അവിടെ തന്നെ ഉണ്ട്. റിസപ്ഷനിസ്റ്റിന് ദേഷ്യം വന്നു. അയാൾ കുറച്ച് ഉച്ചത്തിൽ യുവാവിനോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്നിട്ടും ആ യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് അയാളുടെ ദേഷ്യം ഇങ്ങനെ കൂടി. അയാൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് ദേഷ്യത്തോടെ മുന്നോട്ട് കുതിച്ചുകൊണ്ട് യുവാവിനോട് പറഞ്ഞു, നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ ആരെയും ജോലിക്ക് ആവശ്യമില്ല, ഇവിടെ നിൽക്കണ്ടാന്ന്. ചെവി കേൾക്കില്ലേ നിങ്ങൾക്ക്? ആ സമയവും യുവാവ് ശാന്തനായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ ദേഷ്യം തണുത്തു, ക്ഷമ വന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണത്? യുവാവ് പറഞ്ഞു, ഞാനൊരു സാധനം വിൽക്കാനായി വന്നതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആവശ്യമുള്ള സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബാഗിൽ നിന്നും ഒരു ബോർഡ് എടുത്ത് കാണിച്ചു. അതിലെഴുതിയിരുന്നത് നോ വാക്കൻസി എന്നാണ്, ഇവിടെ ഒഴിവില്ല എന്ന്. റിസപ്ഷനിസ്റ്റ് ചിരിച്ചുകൊണ്ട് ആ ബോർഡ് വാങ്ങി ഓഫീസിന് മുന്നിൽ തൂക്കിയിട്ടു. സന്തോഷത്തോടെ യുവാവിനെ കെട്ടിപ്പിടിക്കുക മാത്രമല്ല ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്തു. ക്ഷമയ്ക്കും അക്ഷമയ്ക്കും നല്ല ഉദാഹരണമാണ് അല്ലേ ഈ കഥയിലെ യുവാവും റിസപ്ഷനിസ്റ്റായിട്ടുള്ള ആ ആൺകുട്ടിയും. റിസപ്ഷനിസ്റ്റിൻ്റെ അക്ഷമ അയാളെ ഒരു വിഡ്ഢിയാക്കി അല്ലേ. റിസപ്ഷനിസ്റ്റ് ആ നേരത്ത് കാണിച്ചിട്ടുള്ള അയാളുടെ ക്ഷമയില്ലാത്ത പ്രവൃത്തി ആരേനെ വിഡ്ഢിയാക്കിയത്? അയാളേനെ തന്നെയാണ് വിഡ്ഢിയാക്കിയത് അല്ലേ. എന്നാൽ യുവാവ് ആ സമയത്ത് ക്ഷമിച്ച് ആ സാധനം വിൽക്കാനായിട്ട് വഴിയൊരുക്കി. റിസപ്ഷനിസ്റ്റിനും അത് ഗുണമായി അല്ലേ. റിസപ്ഷനിസ്റ്റിനും അത് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ജോലി തേടി വരുന്നവരോടെല്ലാം ഇവിടെ ജോലിയില്ല, ഇവിടെ ജോലിയില്ല, ഇവിടെ ജോലി ഒഴിവില്ല എന്ന് പറയേണ്ടി വരില്ല. ആ ജോലി മുന്നിൽ തൂക്കിയിട്ട ബോർഡ് നിർവഹിക്കും. ഒരാളുടെ ലക്ഷ്യം സാധിക്കാനും മറ്റേ ആളുടെ പക്വതയില്ലായ്മേനെ പക്വതയിലേക്ക് വളർത്താനും ക്ഷമ സഹായിച്ചു അല്ലേ. തൻ്റെ മുന്നിൽ ഒരാൾ വന്നാൽ എന്തിനു വന്നു എന്ന് കൃത്യമായി അന്വേഷിച്ചറിയാതെ പെട്ടെന്ന് പ്രതികരിക്കരുത് എന്ന ഒരു വലിയ പാഠം പഠിക്കാനും അയാൾക്ക് കഴിഞ്ഞു അല്ലേ. എന്താവശ്യത്തിനാണ് അയാൾ വന്നതെന്നോ എന്തിനാ വന്നതെന്നോ അറിയാതെയാണ് ഈ ആൺകുട്ടി വന്ന വ്യക്തിയോട് പ്രതികരിച്ചത് അല്ലേ. അപ്പം എന്താണോ ഏതാണോ അറിയാണ്ട് വായിൽ തോന്നിയത് ഇങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ ആ ദേഷ്യത്തോടു കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? കുറച്ച് നേരത്തേക്ക് ഈ ദേഷ്യപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ വേണ്ടാത്ത കുറേ ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും. അയാളുടെ
അയാളുടെ സ്ട്രെസ്സ് കൂടിയിട്ടുണ്ടായിരിക്കും, BP കൂടിയിട്ടുണ്ടായിരിക്കും. മൊത്തത്തിൽ അയാൾക്ക് മാത്രമാണ് ആ സംഭവം കൊണ്ട് ഒരു ഇത്തിരി നേരത്തേക്ക് ദോഷം ഉണ്ടായത്. ആ ക്ഷമിച്ച് നിന്ന കുട്ടി അതെന്തുണ്ടായി, അവനവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, ക്ഷമയോടുകൂടി കാത്തു നിന്നു. അവനറിയാം ഇത് തണുക്കും, ഇത് ഇത്രമാത്രം കാണിക്കേണ്ട ആവശ്യമില്ല, അത് ഇവർക്ക് തന്നെ ഉപകാരമുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നത് എന്നുള്ളത് ആ കുട്ടിക്ക് അറിയാം അല്ലേ. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമ കൂടാതെ കഴിയില്ല. ജീവിതം സന്തോഷഭരിതാക്കി തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കെല്ലാം വേണ്ട പ്രഥമ ഗുണം എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്. ക്ഷമയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് ചുരുക്കം. ക്ഷമയുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായത്തിലുണ്ടിട്ട് ആ പ്രത്യേകതകളൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കളാവുമ്പോൾ അവരുടെ ഓരോന്ന് പ്രതികരിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ പ്രതികരിക്കുന്ന രീതി വേറെയാണ്. അതുപോലെ കുറച്ചും കൂടിയും പ്രായമാവുമ്പോൾ പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അതുപോലെ നല്ലോണം പ്രായമായവരും പ്രതികരിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. പിന്നെ നല്ലോണം പ്രായമായവർ ഈ പറഞ്ഞ പോലെ വിഡ്ഢികൾക്കും പ്രായമാവും അല്ലേ. അതായത് ഒരുപാട് പ്രായമായി എന്ന് വിചാരിച്ചിട്ട് അയാളുടെ പക്വത നമ്മൾ പ്രതീക്ഷിക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പക്വതയോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുക. നമ്മൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രവർത്തിക്കാനും പറയാനും പാടുള്ളൂ. ആ ശരി എന്തായിരിക്കണം? സത്യത്തിനും സമാധാനത്തിനും ഒക്കെ നിരക്കുന്നതായിരിക്കണം. നേരുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തന്നെ നമുക്ക് പോവാം. നേരെ അല്ലാത്ത പക്ഷം നമ്മൾ വളഞ്ഞു തിരിഞ്ഞ് പോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒരു കാര്യം എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ സത്യത്തോട് കൂടിയിട്ട് ആ കാര്യം കഴിഞ്ഞു. നേരെ മറിച്ച് നമ്മളൊരു നുണ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 നുണ വേറെ പറയേണ്ടി വരും ആ നുണേനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നേരായ പാതയിലൂടെ നടക്കുക, ക്ഷമ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതുപോലെ ഈ ബുദ്ധി, സ്ഥിരത, സ്ഥിരോത്സാഹം, ശാന്തി എന്നീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ക്ഷമയുള്ളവർക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. അതായത് ക്ഷമയോടുകൂടി സ്ഥിരോത്സാഹത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ധൈര്യത്തോടു കൂടി നമ്മൾ എന്ത് റിസ്കിനെയും എടുക്കാൻ തയ്യാറാവണം. പിന്നെ മറ്റുള്ളവരെന്ത് കരുതും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് കഴിഞ്ഞാലും അതിലാർക്കാണ് നഷ്ടം വരുന്നത്? നമുക്ക് മാത്രമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന മറ്റൊരാൾക്ക്, നമ്മളല്ലാതെ മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ വേറൊരാളുടെ അഭാവത്തിൽ നമ്മൾ അവരെ പറ്റിയിട്ട് കുറ്റം പറയാതിരിക്കുക. അത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ 3 ആൾ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ പറ്റി നമ്മളിവിടെ കുറ്റം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമ്മളായിരിക്കും അവരുടെ ഇര അല്ലേ. നമ്മളാണ് ആ 3ാമത്തെ വ്യക്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമ്മളായിരിക്കും അവരുടെ ഇര. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു രീതിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാനസിക ഗുണം ലഭിക്കുന്നുണ്ടോ? മാനസികമായിട്ട് എന്തെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ടോ? ഈ കേൾക്കുന്നവരെന്തുണ്ടാവുക? അവർ നമ്മളേനെ വിലയിരുത്തുകയാണ് ചെയ്യുക. അയ്യേ, ആ ചേച്ചി വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ചേച്ചി ഭയങ്കര നെഗറ്റീവാണ് അല്ലേ. ഇപ്പം ഇന്നത്തെ ആളുകൾക്ക് സത്യം പറയാലോ, ഇപ്പം ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്കായിക്കോട്ടെ, ഈ ടൈം പീരീഡിൽ ജീവിക്കുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വാ നേരെ പോ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ആർക്കും സമയമില്ല. ഈ 24 hours അവരവരുടെ കാര്യം തന്നെ നോക്കാനായിട്ട് അവർക്ക് സമയമില്ല. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും വർക്കിംഗ് ആണ്, എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്തിരിക്കുന്നവരാണ്. ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കൂടിയിട്ട്, വീട്ടമ്മമാരാണെങ്കിലും നമുക്ക് പണ്ടത്തെ പോലെ ആണ്ടിലൊരിക്കലൊന്നുമല്ല ഈ ക്ലീനിങ് ഒക്കെ വരുന്നത് അല്ലേ. പണ്ടത്തെ ആളുകൾക്ക് ഈ കർക്കിടക സംക്രാന്തി വരുമ്പോൾ, അല്ലെങ്കിൽ നോമ്പ് വരുമ്പോൾ, അങ്ങനെ അല്ലെങ്കിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ക്ലീൻ ചെയ്യണത് കണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് വാതിലും ജനലും തുടക്കലും തിക്കും തിരക്കായി, തിരുവാതിര വിളക്കായി, എന്താ പറയുക, ആകെ ഭയങ്കര ക്ലീനിങ് ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ഈ അടുപ്പൊക്കെ ഉപയോഗിക്കണ കാരണം കൊണ്ടും ഇത്രയും മോഡേൺ ടെക്നോളജീസ് ഇല്ലാത്തത് കൊണ്ടും
ഒരുപാട് പണികൾ അവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെയല്ല. കാലം പോകുമ്പോൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ തന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മറത്തെത്തും, വീട്ടിലെത്തും അല്ലേ. എന്ത് സംഭവമാണ് വെച്ചാൽ ഇപ്പോൾ നോൺ ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഹോം ഡെലിവറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അല്ലേ. അപ്പം നമ്മൾ അതിനെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ പോയി വാങ്ങുമ്പോൾ നമ്മൾ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങും. നേരെ മറിച്ച് ലിസ്റ്റ് ഇട്ടിട്ട് അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പോകുന്ന വണ്ടിയുടെ എക്സ്പെൻസും ഇല്ല, പെട്രോളിൻ്റെ എക്സ്പെൻസും ഇല്ല. അവർ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു 15 രൂപയോ 20 രൂപയോ എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങി കൊടുത്താലും അവരിനിപ്പോൾ ആ ബില്ല് കൂടെ തന്നെ ഇട്ടാലും നമുക്ക് നഷ്ടമല്ല എന്ന് ചുരുക്കം. അതായത് സമയത്തിന് പ്രാധാന്യം കൊടുത്തും കൊണ്ട് മുന്നോട്ട് പോവുക. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പണ്ടത്തെ ആളുകൾ നമ്മൾ പറയും, നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെക്കുമ്പോൾ പണ്ടുള്ളവർ പറയും ഇതൊക്കെ ഞങ്ങൾ പണ്ടേ ചെയ്തിരുന്നതാ, അല്ല പണ്ടേ ഒതുക്കി വെച്ചായിരുന്നു എന്നല്ല, ഇതൊക്കെ ഞങ്ങളൊക്കെ ഇത്ര അധികം ആൾക്കാർ ഇത്രയൊന്നല്ല, ഈ 3-4 ആൾക്കാരൊന്നല്ല ഒരു വീട്ടിലുള്ളത്, ഒരു വീട്ടിൽ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിരുന്നതാണ്. അപ്പം ഞങ്ങൾ ഇത് ചെയ്തായിരുന്നു, ഇതൊക്കെ അപ്പോഴാണ് ചെയ്തായിരുന്നത്, ഞങ്ങൾ അത്ര മണിക്ക് എഴുന്നേറ്റായിരുന്നു, ഇത്ര മണിക്ക് എഴുന്നേറ്റായിരുന്നു, ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അത്രമാത്രം ആളുകൾ ഇന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഇന്നുള്ള ഓരോരുത്തരും ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾ വരെ വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ യൂട്യൂബ് ചാനലെങ്കിലും ഇല്ലാത്ത ഇപ്പോൾ സത്യത്തിൽ കുറച്ച് ചുരുക്കമാണ് അല്ലേ അമ്മമാരൊക്കെ, വീട്ടമ്മമാരൊക്കെ വെറുതെ വീഡിയോ എടുത്തിട്ടെങ്കിലും അവർ പോസ്റ്റ് ചെയ്യാൻ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വീട്ടമ്മമാർ കാണുന്ന വീഡിയോസ് അധികം, ഞാനാണെങ്കിലും കൂടുതൽ ക്ലീനിങ് വീഡിയോസ് കാണാറുണ്ട്. ഇനിയിപ്പോൾ എനിക്കെങ്ങാനും സ്വാഭാവികമാണ് മടി പിടിക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ നമുക്ക് ചില ദിവസങ്ങൾ നമുക്ക് എനർജി ലെവൽ കുറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ്, മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലീനിങ് വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഓർഗനൈസിങ് വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സമയം, ഒരുപാട് സമയം ഫോൺ നോക്കി സ്പെൻഡ് ചെയ്യുന്നതല്ല ഞാൻ പറയണത്. അതായത് കുറച്ച് സമയം അത് കാണുമ്പോൾ ഞാൻ ഉഷാറായി, അവർക്കിത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പം ഞാനും എണീറ്റിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു അരമണിക്കൂർ, ഞാൻ എന്നും പറയാറുള്ളത് പോലെ അരമണിക്കൂറെങ്കിലും ഒരു ക്ലീനിങ്ങിനായിട്ട് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. ഇപ്പം എൻ്റെ മാത്രം കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അതാർക്കും പ്രാക്ടിക്കലായ കാര്യമാണ്. അതുപോലെ തന്നെ നല്ല നല്ല ബുക്സ് വായിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആറ്റോമിക് ഹാബിറ്റ്സ്, അങ്ങനത്തെ 90 Days to Life, റൂബിൾ ചാണ്ടിയുടെ ഒരു ബുക്കാണ് 90 Days to Life എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ബുക്കൊക്കെ ഉണ്ട്. ഒക്കെ അടിപൊളി ബുക്കുകളാണ്. അതുപോലെ ആറ്റോമിക് ഹാബിറ്റ്സ്, അങ്ങനെ ഒരുപാട് നല്ല ബുക്കുകളുണ്ട്. പിന്നെ അങ്ങനെ ഓരോ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്സ് വായിക്കുക എന്ന് വെച്ചിട്ട് എൻ്റർടൈൻമെൻറ്റ്സ് ഇല്ലാത്ത ബുക്ക് തന്നെ വായിക്കണം എന്നൊന്നുമില്ല. നമുക്ക് നോവലുകൾ വായിക്കാൻ ഇഷ്ടമുള്ളവർ അത് വായിക്കുക. കൂടുതൽ വായനയിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ മോട്ടിവേഷണൽ ആയിട്ടുള്ള നമ്മൾ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് അതിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ കുക്കിംഗ് വീഡിയോസ്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലും വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ യൂട്യൂബ് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ചടപട വെച്ചിട്ട് കുറേ ഐറ്റംസ് വരും അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാതും ഉണ്ടാക്കാനായിട്ടും നമുക്ക് പഠിക്കാനായിട്ട് ഈസിയാണ്. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇപ്പം എല്ലാ സംഭവങ്ങളും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ ദിവസത്തിനെ നമ്മൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചും കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇന്നെൻ്റെ വിഭവങ്ങൾ. ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഏത് നേരവും വേണമെങ്കിൽ അത് തന്നെ കഴിച്ചോളും, അത്രയും ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഞാൻ പറയാറുള്ളത് പോലെ എൻ്റെ പച്ചമുളകുകളുണ്ടല്ലോ, പച്ചമുളക് തൈ വെറുതെ അങ്ങാടി മുളക് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പച്ചമുളക് തൈ ഇന്ന് പൊട്ടിച്ചതാണ്. അത്യാവശ്യം പച്ചമുളകുണ്ട്. ഇപ്പം എനിക്ക് സ്റ്റോക്കും അത്യാവശ്യം പച്ചമുളകായിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു അടുക്കള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.